ശ്രീ വസന്ത്, നമ്മുടെ കയ്യിൽ ഇനി ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് പെൻഷനും മറ്റത്തൂരും പറഞ്ഞ ആ സമയം കളയരുത്. എനിക്ക് താങ്കളോടുള്ള ചോദ്യം, ഇപ്പോൾ ആദ്യം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഒരു CJP ആരോപണം ഉന്നയിച്ചു. അത് കഴിഞ്ഞ് 10 മണ്ഡലങ്ങളിൽ CPM BJP ബാന്ധവം കോൺഗ്രസ് UDF ഉന്നയിച്ചു. അപ്പോൾ ആരൊക്കെയായി നിങ്ങൾക്ക് ഈ CPM-ന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. വികസനം ചർച്ച ചെയ്യേണ്ട, അതുകൊണ്ട് ഈ ഡീലും ബാന്ധവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം പറയാം. അല്ല ആര്യ, അതിന് ഉത്തരം പറയാം, മറ്റേതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. കാര്യം എന്താണെന്ന് അറിയോ, അങ്ങ് എനിക്ക് 3 മിനിറ്റ് ചർച്ച തന്നത്. ഇത് മുഴുവൻ അപ്ലോഡ് ചെയ്ത ശേഷം അങ്ങ് എടുത്തു നോക്കണം. 3 മിനിറ്റ്. എന്നിട്ട് ഞാൻ 2 തവണ ഇടപെട്ടത് എന്തുകൊണ്ടാണെന്ന് ജനത്തിന് മനസ്സിലാവണം. ഒന്ന് മറ്റത്തൂരിൽ ഇന്ന് BJP-യെ സപ്പോർട്ട് ചെയ്തവർ കോൺഗ്രസ്സുകാരാണോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നുണ പറയുമ്പോൾ ഇടപെടും. രണ്ടാമത്തത് പെൻഷനാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട് നിയമസഭാ രേഖകളടക്കം അത് തള്ളിക്കളഞ്ഞ് ഒരുപാട് ചർച്ചകളിൽ വീണ്ടും നുണ പറയും. അപ്പൊ ആ ഗീബൽസിൻ തന്ത്രം ശരിയല്ല. ആ ഗീബൽസിൻ തന്ത്രം കയ്യിൽ വെച്ചാൽ മതി. കയ്യില് BJP-യുമായിട്ട് മാത്രമല്ല, SDP ആയിട്ട് മാത്രമല്ല, ആരെയൊക്കെ കൂട്ടാമോ അവരുമൊക്കെ ആയി ചേർന്ന് ഭരണം പിടിക്കുക, അവിയൽ മുന്നണി ഉണ്ടാക്കുന്നതാണ് ഇവരുടെ പരിപാടി. കൂട്ടി ഈ കൂട്ടർക്കില്ല, വസീഫ് അടക്കമുള്ളവർക്കില്ല. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ, ജനാധിപത്യ യുവജന സമൂഹത്തിന്റെ നേതാവ് പറയാ, ബാക്കിയുള്ള പ്രതിനിധികളുടെ മൈക്ക് ഓഫ് ചെയ്തൊക്കെ എന്ത് ജനാധിപത്യമാണ് അതിലുള്ളത്? എന്ത് ജനാധിപത്യമുള്ളത്? ഇയാളുടെ സംഘടനയുടെ പേരെന്താ? ജനാധിപത്യ യുവജന ഫെഡറേഷൻ. എന്ത് ജനാധിപത്യ ബോധം ഇയാൾക്കുള്ളത്? ആരെയാണ്? പിന്നെ ആരൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെല്ലാം വസീഫിന്റെ ഇലക്ഷൻ പ്രസംഗം കേൾക്കാനല്ല, വസീഫിന്റെ ഇലക്ഷൻ പ്രസംഗം വസീഫിന്റെ ഫേസ്ബുക്കിലുണ്ട്. ആവശ്യമുള്ളവർ അവിടെ കേട്ടോളൂ. വസീഫ് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് കൈമാറിപ്പോയി. എത്രയോ സമയം പോയി. അങ്ങൊന്നും ഇടപെട്ടില്ലല്ലോ. ഇപ്പൊ എന്റെ അവസരത്തിൽ അവസാനത്തെ മിനിറ്റ് അയാൾ ഇടപെടുക. അവരെയൊക്കെ കൂട്ടി പണം പിടിക്കുക. മറ്റൊരു ലക്ഷ്യം വസീഫിനില്ല, മറ്റൊരു ലക്ഷ്യം CPM-നും ഇല്ല. എന്താ ലക്ഷ്യം? നാണമില്ലാതെ നുണ പറയല്ലേ? അത് ഇല്ലെന്നേ. അവർ കോൺഗ്രസിന്റെ വെളിയിലാണ്. നിങ്ങളുടെ അഭിമന്യു ഉണ്ടല്ലോ, അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ പ്രതിയുടെ നാട്ടിൽ നിങ്ങൾ SDP-യുമായി ചേർന്ന് ഭരിച്ചു. അവരിന്ന് CPM-ഇല്ല. അങ്ങി പറഞ്ഞ മറ്റത്തൂരിലോ, മറ്റത്തൂരിൽ അങ്ങനെ പോയ ഒരാളും കോൺഗ്രസിലില്ല. അതാണ് വ്യത്യാസം. മനസ്സിലാക്കിയാൽ മതി. അഭിമന്യുവിന്റെ കൊലക്കേസ് പ്രതികളുമായി ചേർന്ന് ആ കൊലക്കേസ് പ്രതിയുടെ നാട്ടിൽ നിങ്ങൾ ഭരണം പിടിച്ചു. എന്നിട്ട് ഉറപ്പില്ലാതെ സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങേക്ക് ജാള്യത ഉണ്ടാവും. അത് മറച്ചു വെക്കാൻ വേണ്ടി അങ്ങ് ശബ്ദം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഞാൻ അങ്ങയുടെ അവസരത്തിൽ ഇടപെട്ടത് അങ്ങ് കല്ല് വെച്ച നുണ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ്. അത് ഇനിയും ഇടപെടുകയാണ്. പക്ഷെ ഞാൻ കാര്യം പറഞ്ഞു വരുമ്പോ അങ്ങ് ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ ചർച്ച കാണുന്നവർക്കറിയാം. അന്നും ഞാനൊക്കെ യുവജന രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നവരല്ലേ. ഒരു മര്യാദ ചർച്ചയിൽ മര്യാദ വേണ്ടേ? ഒരു മിനിമം കോഡ് ഓഫ് ഡെക്കറം അത് പാലിക്കണ്ടേ? അതുപോലും പാലിക്കാതെ സാധാ സൈബർ കമ്മ്യൂണിസ്റ്റ് ലെവലിലേക്ക് വസീഫിനെ പോലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് താഴ്ന്നു പോയെങ്കിൽ നാണക്കേട്. അതിനപ്പുറത്ത് ഒന്നുമില്ല. നാണക്കേട്. ഒരു മര്യാദ വേണ്ട. നുണയുടെ അഞ്ചെട്ട് കളി, അയ്യറ് കളിയാണ് ഈ ചർച്ചയിൽ നുണയുടെ അങ്ങ് നടത്തിയത്. കല്ല് വെച്ച നുണ. നിങ്ങൾ മറ്റേ വയനാട് തുരങ്കപാത പൊട്ടിക്കാൻ പോകുന്നുണ്ടല്ലോ, അവിടെ സ്ഫോടക വസ്തുക്കളൊന്നും ഉപയോഗിക്കണ്ട. വസീഫ് അവിടെ പോയി 2 നുണ പറഞ്ഞാൽ മതി. ആ കല്ല് പൊട്ടിപ്പോവും. അമ്മാതിരി നുണയല്ല പറഞ്ഞത്. അമ്മാതിരി നുണ. നിയമസഭ രേഖകളെ ഖണ്ഡിച്ചുകൊണ്ട് ഇത്ര ദിവസം 16ആയിരുന്നു. നിങ്ങളെ പ്രതിനിധി ജയിക്കുന്നത് പറഞ്ഞത് 16 മാസത്തെ കുടിശ്ശികയെന്നാണ്. വസീഫിന് 23 മാസം, അരുൺകുമാർ വസീഫിനെ ചലഞ്ച് ചെയ്യുന്നു. UDF കാലത്ത് 23 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു വസീഫ് തെളിയിച്ചാൽ നാളെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ചലഞ്ച് ഏറ്റെടുക്കുന്നോ? നിങ്ങൾക്ക് നാളമുണ്ടോ? മറ്റത്തൂര് നിങ്ങൾ വാ, മാളയിൽ നിങ്ങൾ വാ, കുമരകത്ത് നിങ്ങൾ വാ. കുമരകത്ത് നിങ്ങൾ ഒരുമിച്ച് ഭരിക്കുന്നത്, മറ്റത്തൂര് ആരാ ഭരിക്കുന്നത്? നിങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്തത്. മാളയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ആരാ? മറ്റത്തൂരിൽ ആ മുന്നണിയിൽ കൈപ്പത്തി ചിഹ്നത്തിലാണോ ജയിച്ചത്? കൈപ്പത്തി ചിഹ്നത്തിലാണോ ജയിച്ചത്? അത് ജനത്തിനറിയാം. എന്റെ സ്പെസിഫിക് ചോദ്യം അങ്ങ് പറഞ്ഞല്ലോ, 23 മാസത്തെ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഒന്ന് തെളിയിക്കാമോ? 1 മാസത്തിനുണ്ടെന്ന് തെളിയിക്കാമോ? ഞാൻ ഈ പണി നിർത്താം.
വസീഫിന് മാളയിൽ ധൈര്യമുണ്ടോ? വോട്ട് ചെയ്തിട്ടുണ്ടോ? ധൈര്യം. പറ. അങ്ങനെ യുവജന എന്താ രാഷ്ട്രീയക്കാരല്ലേ? വേണ്ടത്? ഏറ്റെടുക്ക് അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചവർ ആർക്കാ വോട്ട് ചെയ്തത്? നമ്മുടെ വിഷയത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരിക്കലും മറുപടി കിട്ടാറില്ല. മറ്റത്തൂരും പെൻഷനിലേക്കൊക്കെ ഇത്തവണയും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലീഗ് അല്ലെങ്കിൽ UDF ഉന്നയിക്കുന്ന ആരോപണം SDPI CPM ബന്ധമാണ്. ആ വിഷയമാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത്. അതിൽ നിന്ന് പലയിടങ്ങളിലേക്ക് പതിവ് പോലെ പോകേണ്ടി വന്ന ദുർഗതിയാണ് ഉണ്ടായത്. വളരെയധികം നന്ദി.